ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിള ഇനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരശ്ശീല വീഴും. പ്രൌഢോജ്വലമായ സമാപന ചടങ്ങിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ പുരോഗമിക്കുന്നു. ഉരുൾപൊട്ടലിന് കാരണം കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ തിമോർ ലെസ്തയിലെത്തിയ രാഷ്ട്രപതി തിമോർ ലെസ്തെ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര സഹകരണത്തിനുള്ള 3 ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. തിമോർ ലെസ്തയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ ശ്രീമതി മുർമുവിനു നൽകി ആദരിക്കുകയും ചെയ്തു. പുരസ്കാര നേട്ടം ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിള ഇനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 34 വയൽ വിളകളും 27 പഴം പച്ചക്കറി വിളകളും ഉൾപ്പെടെയുള്ളവയുടെ വ്യത്യസ്ത ഇനങ്ങളാണ് പുറത്തിറക്കുന്നത്. തിനകൾ, തീറ്റവിളകൾ, എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, പരുത്തി എന്നിവയുൾപ്പെടെ വിവിധ ധാന്യങ്ങളുടെ വിത്തുകളും പുറത്തിറക്കുന്നവയിൽ ഉൾപ്പെടുന്നു. ജനാധിപത്യം സുദൃഢമാക്കാൻ ചർച്ചയുടെയും സഹകരണത്തിന്റെയും അന്തരീക്ഷം ആവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയ്ക്കുള്ളിൽ മാത്രമല്ല ആഗോളതലത്തിലും ശ്രദ്ധിക്കപ്പെടുകയാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർക്ക് ഭരണകാര്യങ്ങളിൽ നിർണായക പങ്കു വഹിക്കാനാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. നയതന്ത്രജ്ഞൻ എന്ന നിലയിലും പാർലമെന്റേറിയൻ എന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു നട്വർ സിംഗ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാഹിത്യലോകത്തിലും പൊതുജീവിതത്തിലും നട്വർ സിംഗ് നൽകിയ സംഭാവനകൾ എന്നും വിലമതിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. നയതന്ത്ര ബന്ധത്തിനും വിദേശനയത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഈ വർഷത്തെ നീറ്റ് PG പ്രവേശന പരീക്ഷ ഇന്ന് രാജ്യമെമ്പാടും നടക്കുകയാണ്. 2 ഷിഫ്റ്റുകളിലായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് നടക്കുന്നത്. 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ജൂണിൽ നടത്താനിരുന്ന പരീക്ഷ വിവിധ മത്സര പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആരോപണം ഉയർന്നതിനെ തുടർന്ന് മാറ്റിവയ്ക്കുകയായിരുന്നു. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഭീകരരും സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. 2 പേർക്ക് പരിക്കേറ്റു. ഗാഗർമാണ്ടു പ്രദേശത്ത് സംയുക്ത സുരക്ഷാസേന നടത്തിയ തിരച്ചിലിന് പിന്നാലെയാണ് വെടിവയ്പ് ആരംഭിച്ചത്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് റിപ്പോർട്ട്. സംഭവത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കാരണം കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. സ്ഥലത്തിന്റെ ചെരുവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനായില്ലെന്നും ഇതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നാണ് GSIയുടെ കണ്ടെത്തൽ. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ആരംഭിച്ചു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച തിരച്ചിൽ 2000-ലധികം പേരാണ് പങ്കെടുത്തത്. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ജനകീയ തിരച്ചിൽ. ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. 2004-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 1992-ലെ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും 1996-ലും 2001-ൽ തിരൂരങ്ങാടിയിൽ നിന്നുമാണ് കുട്ടി അഹമ്മദ് കുട്ടി MLA ആയത്. ഖബറടക്കം ഇന്ന് രാത്രി 8:30-ന് താനൂരിലെ വടക്കേപ്പള്ളിയിൽ നടക്കും. കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു.
മന്ത്രി എന്ന നിലയിലും നിയമസഭാംഗം എന്ന നിലയിലും ശ്രദ്ധേയമായ സാന്നിധ്യം പ്രകടമാക്കിയ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. 3 ആഴ്ച നീണ്ടുനിന്ന ആവേശകരമായ കായിക മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീഴും. പാരീസ് ഒളിമ്പിക്സ് 2024 ഇന്ന് അർദ്ധരാത്രി നടക്കുന്ന പ്രൌഢോജ്വല ചടങ്ങോടെ സമാപിക്കും. പ്രമുഖ അഭിനേതാക്കളുടെയും കലാകാരന്മാരുടെയും നിരവധി കലാപ്രകടനങ്ങൾ ഉൾപ്പെടുന്ന സമാപന ചടങ്ങിന് റെക്കോർഡ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സമാപന ചടങ്ങിനൊടുവിൽ 2028 അടുത്ത ഒളിമ്പിക്സിന് വേദിയാവുന്ന ലോസ് ഏഞ്ചൽസ് അധികാരികൾക്ക് ഒളിമ്പിക് പതാക കൈമാറും. 33ാമത് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. ഒരു റിപ്പോർട്ട്. പാരീസ് ഒളിമ്പിക്സിൽ 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ത്യയുടെ നേട്ടം. ഷൂട്ടിംഗിൽ വെങ്കല മെഡലോടെ മനു ഭാക്കറാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തുടക്കം കുറിച്ചത്. മിക്സഡ് ടീം 10 മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ സരബ്ജോത് സിംഗിനൊപ്പം മറ്റൊരു വെങ്കലവും അവർ നേടി. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമായി മനു ഭാക്കർ. ഷൂട്ടിംഗിൽ സ്വപ്നിൽ കുസാലെ 3ാം മെഡൽ നേടി. ഹോക്കിയിൽ ഇന്ത്യൻ പുരുഷ ടീം വെങ്കലം നേടി. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ വിരമിക്കലിന് കൂടി പാരീസ് ഒളിമ്പിക്സ് വേദിയാവുകയാണ്. പുരുഷന്മാരുടെ ജാവലിംഗ് ത്രോയിൽ നീരജ് ചോപ്രയുടെ വെള്ളി മെഡൽ നേട്ടവും മറ്റൊരു പൊൻതൂവലായി. ഒടുവിൽ അമൻ സെഹ്റാവത്ത് പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കലം നേടി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവെന്ന നേട്ടവും കൈവരിച്ചു. വനിതകളുടെ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന്റെ ഫൈനലിന് തൊട്ടു മുൻപുള്ള അയോഗ്യത പാരീസിൽ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. 33ാമത് ഒളിമ്പിക്സിലെ 1ാം സ്ഥാനത്തിനായി അമേരിക്കയും ചൈനയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 39 സ്വർണം ഉൾപ്പെടെ 90 മെഡലുകളുമായി ചൈന 1ാം സ്ഥാനത്തുള്ളപ്പോൾ 38 സ്വർണ്ണ മെഡലടക്കം 122 മെഡലുകളുമായി അമേരിക്ക 2ാം സ്ഥാനത്താണ്. മെഡൽ പട്ടികയിൽ ഓസ്ട്രേലിയ 3ാമതും ജപ്പാൻ 4ാമതും ഫ്രാൻസ് 5ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിന് മുൻപ് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ വിധി പറയുന്ന തീരുമാനം നീട്ടിവെച്ച് ലോക കായിക തർക്ക പരിഹാര കോടതി. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി 9:30 വരെയാണ് വിധി പുറപ്പെടുവിക്കാനുള്ള പുതിയ സമയപരിധി. ഗുസ്തി ഫൈനലിന് മുൻപായി നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിലാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് തന്നെ അയോഗ്യയാക്കപ്പെട്ടത്. തുടർന്ന് വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് വിനേഷ് അപ്പീൽ നൽകിയത്. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ നൽകി ആദരിച്ചു. ഇന്നലെയാണ് പാരീസിൽ ഒളിമ്പിക് കമ്മിറ്റി ബിന്ദ്രയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ഒളിമ്പിക്സിന് നൽകുന്ന അതുല്യ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് IOCയുടെ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം. 2008 ബീജിംഗ് ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യയ്ക്കായി ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണം നേടിയത്. തിരുവനന്തപുരത്ത് നടക്കുന്ന 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനമാകും. ദേശീയ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കാര്യവട്ടം LNCPEയിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 850-ലേറെ താരങ്ങളാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നിറപുത്തരി പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെ പുലർച്ചെ നിറപുത്തരി പൂജകൾ നടക്കും. നിറപുത്തരി പൂജയ്ക്കായി പ്രത്യേകം കൃഷി ചെയ്ത നെൽക്കതിരുകൾ കറ്റകളാക്കി ഇരുമുടിക്കെട്ടിനൊപ്പം ഭക്തർ സന്നിധാനത്ത് ഇന്നലെ മുതൽ എത്തിച്ചു തുടങ്ങി. രത്ന ആഭരണ കയറ്റുമതിക്ക് പ്രയോജനപ്രദമായ ഡയമണ്ട് ഇംപ്രസന്റ് ലൈസൻസ് രാജ്യത്ത് നടപ്പാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഗുരേഗാവിൽ നടക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ജ്വല്ലറി ഷോ 2024ന്റെ 40ാമത് പതിപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തീരുമാനം നിലവിൽ വരുന്നതോടെ മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് മെച്ചപ്പെട്ട സാധ്യതകൾ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരശ്ശീല വീഴും. പ്രൌഢോജ്വലമായ സമാപന ചടങ്ങിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ പുരോഗമിക്കുന്നു. ഉരുൾപൊട്ടലിന് കാരണം കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.